സുഹൃത്തുക്കളെ, നമ്മളിപ്പം നെടുങ്കയത്തെ ആനപ്പന്തിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആനപ്പന്തിയെക്കുറിച്ചിട്ട് നമുക്ക് ചില വിവരങ്ങൾ അശോകേട്ടൻ തരുന്നുണ്ട്. എന്തായാലും ഇത് ഡോസൻ സാഹിബിൻ്റെ കാലത്ത് അന്ന് കാട്ടിൽ നിന്നും പണിയർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആയിരുന്നു ആനയെ പിടിച്ചിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള തേക്ക് തടികൾ ലോഡാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി ആനകളുടെ സഹായമായിരുന്നു. അപ്പം ആനകളെ ഉപയോഗിച്ചായിരുന്നു ഈ ഭാഗത്തുള്ള തേക്ക് കൊണ്ടുവരുന്നത്. അതിന് പ്രധാനമായിട്ടും പണിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരം ജോലികൾ ചെയ്തിരുന്നത്. ES ഡോസൺ നെടുങ്കയത്ത് പ്രവർത്തനം ആരംഭിച്ചത് 1929 1931 ചെറുപുഴയിൽ പാലമുണ്ടാക്കി. 1933 കരിമ്പുഴയിൽ പാലമുണ്ടാക്കി. 1935 ഡോസന്റെ നേതൃത്വത്തിൽ ഈ ആനപ്പന്തികൾ നിർമ്മിക്കുന്നത്. കാട്ടിൽ നിന്ന് മരം മുറിച്ചു നീക്കാനും മരങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകാനും ആനകളുടെ സഹായം വേണ്ടിയിരുന്നു. ആനകളുടെ പരിപാലനത്തിന് വയനാട്ടിൽ നിന്നുള്ള കുറുമരുടെയും പണിയരുടെയും സഹായം ഡോസൺ തേടി. നെടുങ്കയം കോളനിയും അക്കാലത്ത് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആനകളെ മെരുക്കുന്ന രീതികൾ പഠിക്കാൻ നിലമ്പൂർ കോവിലകത്തിൻ്റെയും 1895 തുടങ്ങിയ കോടനാട്ടെ ആന പരിപാലന കേന്ദ്രത്തിൻ്റെയും സഹായം ഡോസൺ തേടിയിട്ടുണ്ട്. കാടുകളിൽ നിന്ന് പിടിച്ച കാട്ടാനകളെ നാട്ടാനകളാക്കുന്ന പ്രക്രിയ ദുഷ്കരവും അല്പം നീണ്ടതുമാണ്. തീയും പടക്കവും ഉപയോഗിച്ച് പേടിപ്പിച്ച് ഭയപ്പെടുത്തി പട്ടിണിക്കിട്ട് ക്രമേണ താപ്പാനകളുടെ സഹായത്തോടെ വരുതിയിലാക്കും. മരം പിടിക്കാനും നീക്കാനും ആവശ്യത്തിലധികം ആനകളായപ്പോൾ ആനകളെ ലേലം ചെയ്ത് വിൽക്കുവാനും തുടങ്ങി. 1980കളുടെ അവസാനത്തിൽ വാരിക്കുഴി വച്ച് ആനയെ പിടിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും നിർത്തലാക്കി. 5 ആനപ്പന്തികളിൽ അവശേഷിക്കുന്ന ഏക ആനപ്പന്തിയാണ് ഇത്. കുശൻ എന്ന ആനയാണ് ഇവിടെ നിന്ന് അവസാനമായി പോയത്. 1982 നവംബറിൽ ഡൽഹിയിലേക്ക് കേരളത്തിൽ നിന്ന് പോയ 34 ആനകളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച നെടുങ്കയത്തെ ആനകളും ഉണ്ടായിരുന്നു. അക്കാലത്തെ പ്രശസ്തനായിരുന്ന ആന പാറമേക്കാവ് രാജേന്ദ്രനും നിലമ്പൂർ കാടിൻ്റെ സന്തതിയാണ്. ഇന്ന് കേരളത്തിലെ കാടുകളിൽ 2785 കാട്ടാനകളുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്.